കുഴപ്പമില്ല, കൊള്ളാം ഒരുവിധം. എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിൽ മെയിൻ സ്റ്റോറി കൊള്ളാം ഒരുവിധം, കുറേ കാലത്തിന് ശേഷം സ്റ്റോറി കൊള്ളാം. ദിലീപേട്ടൻ്റെ കോമഡിയേക്കാളും നായികയുടെ ആ ഒരു പെർഫോമൻസ്, മഞ്ജു പിള്ളയുടെ പെർഫോമൻസ് കൂടാ നന്നായിട്ട്. നല്ല സിനിമ, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കോമഡി കൊള്ളാം. കൊള്ളാം, എല്ലാം ഇഷ്ടപ്പെട്ട് കൊള്ളാം. കുഴപ്പമില്ല. ദിലീപിൻ്റെ കുറേ കാലത്തിനിടയിൽ ഇറങ്ങിയ ഒരു നല്ല പടമാണ്. നല്ല പടമായിരുന്നു കേട്ടോ, കൊള്ളായിരുന്നു. നല്ല പടമായിരുന്നു. നല്ല ഫിലിമാണ്, ഫാമിലി ചിത്രമാണ്. നല്ല സിനിമ, അല്ല മൊത്തത്തിൽ നല്ല സിനിമയാണ്, നല്ല അഭിനയമാണ്, നല്ലതായിരുന്നു. സാധാരണ വെറും ഒരു സിനിമയായി മാത്രം കാണാൻ പറ്റില്ല. ഈ സിനിമയിലൂടെ ഇന്ന് സമൂഹത്തിന് കൊടുക്കുന്നൊരു വലിയ സന്ദേശമാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഉള്ള പ്രചരണങ്ങളും കുപ്രചരണങ്ങളും. അതുകൊണ്ട് ഈ സിനിമ വലിയ സമൂഹത്തിന് വലിയൊരു ഗുണം ചെയ്യുന്നുണ്ട്. അതാണ് ഈ സിനിമ. കോമഡിയൊക്കെ ഉണ്ട്, അത് വീണ്ടും കാണണം. കൊള്ളാം, നല്ല ഫിലിം, കോമഡി അടിപൊളി, നല്ല സിനിമ, നല്ല മനസ്സ് പറഞ്ഞ് ചിരിക്കാൻ പറ്റിയ സിനിമ. മനസ്സ് നിറഞ്ഞിറങ്ങി വരിക, നല്ല പടം. കോമഡി നല്ല കോമഡി കേട്ടോ. കാരണം കോമഡിക്ക് വേണ്ടി കോമഡി ചെയ്തതല്ല, സിറ്റുവേഷനിൽ വന്ന് പറഞ്ഞ കോമഡിയാണ്. അതുകൊണ്ട് നമുക്കത് എൻജോയ് ചെയ്യും. സാധാരണ ഇപ്പോഴത്തെ ടെൻഷനിലും ആൾക്കാർക്ക് ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എത്ര പറഞ്ഞാലും ആൾക്കാർ ചിരിക്കാത്തൊരു സംഭവമാണല്ലോ. കാരണം എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ്. അപ്പോൾ പിന്നെ ഓൺലൈൻ മീഡിയാസും TV ചാനൽസും ഒക്കെ കാണുന്നതുകൊണ്ട് അത്രയും നല്ല എഫക്റ്റ് ഉണ്ടല്ലേ നമുക്ക് ചിരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് നമ്മൾ ചിരിച്ചു പോവുക, പിന്നെ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആണ് കേട്ടോ. പിന്നെ സെക്കൻഡ് ഹാഫ് ഭയങ്കര, നമുക്ക് കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ദിലീപേട്ടനെ ഇത്രയും സെൻറ്റിമെൻറ്റ്സും ഹ്യൂമറും ഒക്കെ ആയിട്ട് കാണാൻ പറ്റി, ഭയങ്കര സന്തോഷം. നന്നായിട്ടുണ്ട്. ദിലീപിൻ്റെ വളരെ നല്ല രസമായിരുന്നു, എനിക്ക് കാണാൻ ഇഷ്ടമായി. ഈ പടം വളരെ ഇഷ്ടമായി. തമാശയും നന്നായിട്ട് നല്ല ഇതായിരുന്നു. ഇത്രയും സമയം പോയതറിഞ്ഞില്ല പെട്ടെന്ന്. നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. അത്ര ഫീൽ ഗുഡ് മൂവി. താങ്ക് യു. അടിപൊളി മൂവി കേട്ടോ, ഒരു രക്ഷയില്ല. ദിലീപായിട്ട് അകത്തും പുറത്തും കത്തിക്കുന്നുണ്ട്. നന്നായിട്ടുണ്ട്, അടിപൊളി അടിപൊളി നന്നായിരുന്നു, സൂപ്പർ ആയിട്ടുണ്ട്.